നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരി ആട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു മെറ്റാലിക് ടോണിലാണ് സാരി വന്നിരിക്കുന്നത്. മെറ്റാലിക് ബ്ലൂ ആണ്, ഒരു ഗ്രീനിഷ് ബ്ലൂ ആണ്. എക്വ ഗ്രീനും എക്വ ബ്ലൂവും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ടോണില് ഹാൻഡ് വർക്കിലാണ് ഫുൾ സാരി വന്നിരിക്കുന്നത്. ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ ഓർഗൻസ ആണ്. ഓർഗൻസയിൽ ഒരു ടിഷ്യൂ യാൺസ് കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിച്ച് ലുക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരി വിത്തൗട്ട് ബോർഡർ, ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഒരു ബീഡ്സ് വർക്കും വരുന്നുണ്ട്. അതിലൊരു ചെയിൻ സ്റ്റിച്ച് പാറ്റേണുള്ള ഹാൻഡ് വർക്കും വരുന്നുണ്ട് സാരി. ഈ ഒരു കോമ്പിനേഷനിലാട്ടോ സാരി വരുന്നത്. ഒരു മെറ്റാലിക് ബേജിലാണ് ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. അതിലൊരു ഗ്രീൻ ലീഫ് പാറ്റേൺസ് വന്നിട്ട് അതിലൊരു ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും വെച്ചിട്ടായിരിക്കും വരുന്നത്. നമ്മളിപ്പം കറക്റ്റ് ആ ഒരു ലൈറ്റിന് വേണ്ടി ഡേ ലൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഫ്ലാഷി ആയിട്ടായിരിക്കും സാരി തോന്നുന്നത്. സാരി അങ്ങനെ ഫ്ലാഷി അല്ല കേട്ടോ, പക്ഷെ ഫാബ്രിക് വരുന്നത് ഓർഗൻസയാണ്. ടിഷ്യൂ കൂടി വരുന്നുണ്ട്. ഇതായിരിക്കും ഒരു ക്ലോസർ ലുക്ക് വരുന്നത്. ബോഡിയിൽ വരുന്ന മോട്ടീവ്സ് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഇപ്പൊ ഞാൻ ബ്ലൗസ് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറിലെ ബ്ലൗസാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ കൂടെ വരുന്നത് റണ്ണിങ് ഈ ഒരു സെയിം ടോണിൽ തന്നെയുള്ള ബ്ലൗസ് വരുന്നുണ്ട്. അതും ഫുൾ വർക്ക് തന്നെയായിരിക്കും വരിക. പല്ലു നല്ല റിച്ച് ലുക്കിലാണ് സാരിയുടെ മുന്താണിയിൽ ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. അതും ഒരു മൾട്ടി കളർ പാലറ്റിലാട്ടോ. നല്ലൊരു ഷാംപെയിൻ പിങ്ക്, ഒരു ഗോൾഡൻ ബേജ് ആൻഡ് ഗ്രീൻ ഈ ഒരു ടോണിലായിരിക്കും ആ ഒരു ബീഡ്സ് വർക്കാണ്. ഫുൾ ആ ഒരു ബീഡ്സ് വർക്ക് വന്നിട്ട് ആ ഒരു ചെയിൻ സ്റ്റിച്ചിലായിരിക്കും ഔട്ട്ലൈൻ വരുന്ന സാരിയിൽ. ബ്ലൗസ് സെയിം പാറ്റേൺ തന്നെ കേട്ടോ. ബ്ലൗസിന്റെയും കൂടി ഞാൻ ക്ലോസർ കാണിക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിലും ആ ഒരു ഹാൻഡ് വർക്ക് തന്നെയാണ് എനിക്ക് ബ്ലൗസിലും വരുന്നത്. ബോഡിയിൽ വരുന്ന അതേ കോമ്പിനേഷനിൽ തന്നെ അതേ മെറ്റാലിക് ഗ്രീനിൽ തന്നെ ബ്ലൗസ് വരുന്നു. ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ എലഗൻസി വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഈ ഒരു ബ്ലൗസ് ഇട്ടുന്നേ ഉള്ളൂ. മുന്താണി സെയിം അതേ ലുക്കിൽ തന്നെ സെയിം ടോണിൽ ഫുൾ വർക്കിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിൽ വരുമ്പം ഈ ഒരു സിംഗിൾ മോട്ടീവ്സ് ആയിരിക്കും, ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് ബാക്ക് പോർഷനിലാണ് ഈ ഒരു എൻറ്റയർ ലെങ്ത്തിൽ ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. സോഫ്റ്റ് ഓർഗൻസയാണ് ഫാബ്രിക്. എല്ലാ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് വരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കസിന്റെ ഒരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും കസിൻസിന് ഒരേപോലെയൊക്കെ ഡ്രേപ്പ് ചെയ്യാൻ നല്ല എലഗൻസ് സാരിയാണ്. കാരണം എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും, യങ്സ്റ്റേഴ്സിനും മിഡിൽ ഏജുകാർക്കും എല്ലാം ഒരുപോലെ ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. നല്ല ഒരു ക്ലാസി ലുക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്കിന്റെ ആ ഒരു മോട്ടീവ്സും പാറ്റേൺ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ മെറ്റാലിക് ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ, അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ബോഡിയിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു മോട്ടീവ്സും ആ ഒരു പേൾ വർക്കാണ് ഫുൾ. ആ ഒരു മിഡിൽ വരുമ്പം ആ ഒരു പേൾ ക്രീം ടോണിലുള്ള പേൾ വർക്കും അതിൻ്റെ പെറ്റൽസിൽ വരുമ്പം ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ആ ഒരു പേൾ വർക്കിലായിരിക്കും വരുന്നത് സാരി. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ക്ലോസറിൽ വരുമ്പം ആ ഒരു സാരിയുടെ കളർ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ. ലോങ് വ്യൂവിൽ ഉള്ളത് കറക്റ്റ് കളറായിരിക്കും. നല്ല പേസ്റ്റൽ ആ ഒരു മെറ്റാലിക് ലാവൻഡർ. പല്ലു ഫുൾ വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്ന സാരി. നെക്സ്റ്റ് കളർ ഒലിവ് ഗ്രീൻ ആണ്. മെറ്റാലിക് ഒലിവ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. പാറ്റേണും ഡിസൈൻ എല്ലാം സെയിം തന്നെ, അതേ ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് തന്നെ ആയിരിക്കും വരുന്നത്. ഇതിലും മെറ്റാലിക് ആ ഒരു ഒലിവ് ഗ്രീൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടോണിലായിരിക്കും കേട്ടോ. ഒരു ഷാമ്പെയിൻ പിങ്ക് ആൻഡ് ഒരു ഗ്രേഷ് ടോണിലുള്ള ലീഫ് പാറ്റേണിലായിരിക്കും ഒരു പേൾ വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് മുന്താണി വരുമ്പം നല്ല കളർഫുൾ ലുക്കിലായിരിക്കും. സാരിയുടെ പല്ലുവിൽ ആ ഒരു പേൾ വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സെയിം ഇതേ ആ ഒരു ഇതിൽ തന്നെയായിരിക്കും സാരിയുടെ ഒരു ബാക്ക് പോർഷനിലും രണ്ട് സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. ലാവൻഡർ ടോണിലാട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു ടോൺ ഡാർക്കർ ആണ്. നേരത്തെ ലാവൻഡർ നമ്മൾ കാണിച്ചായിരുന്നു, അതിലും ഒരു ടോൺ ഡാർക്കർ ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ പാറ്റേണും ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് എല്ലാം അതേ ഒരു കോമ്പിനേഷൻ തന്നെ വന്നിട്ട് ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ മുന്താണി. ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഞാൻ ക്ലോസറിൽ വരുമ്പോഴായിരിക്കും സാരിയുടെ ആ ഒരു ഭംഗി വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സെയിം അതേ മോട്ടീവ്സ് തന്നെ ആയിരിക്കും സാരിയുടെ ബോഡിയിൽ വരിക. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡർ ആണ് വരുന്നത്. ടിഷ്യൂ ബ്ലെൻഡഡ് ഓർഗൻസ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇത് ബ്ലൗസിലും ഫുൾ അതേ വർക്കിൽ ബാക്ക് പോർഷനിലും രണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ഫാബ്രിക്കും പാറ്റേണും മാറിയിട്ടുണ്ട് അടുത്ത സാരിയിൽ. ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ഓർഗൻസയിൽ ആ ഒരു പേൾ വർക്കിൽ വന്ന കളക്ഷൻസ് ആയിരുന്നു. ഇനി വരുന്നത് ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വരുന്ന ടിഷ്യൂ സാരിയാണ്. നമ്മൾ നോർമലി കാണാത്ത ഒരു പാറ്റേണിലാട്ടോ ഈ ഒരു സാരി വന്നിരിക്കുന്നത്. മൾട്ടി കളറിൽ, വളരെ സോഫ്റ്റ് മൾട്ടി കളറിൽ ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്കാണ് സാരി വന്നിരിക്കുന്നത്. അതും ഒരു മാംഗോ മോട്ടീവ്സ് ആണ്. പേസ്ലി ഡിസൈൻസിലുള്ള മോട്ടീവ്സിലായിരിക്കും. ഫുൾ നല്ലൊരു റെയിൻബോ കളർ ചാർട്ടിലാണ് സാരിയിൽ ആ ഒരു ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത്. വിത്ത് സിമ്പിൾ ബോർഡർ, ഒരു റിപ്പ് പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആണ് സാരി വരുന്നത്. ഓവറോൾ ലുക്ക് സാരി ഇങ്ങനെ വരും. ഫുൾ ബോഡി, എൻറ്റയർ ബോഡിയിലും ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലുള്ള സാരിയാണ്. ഇതായിരിക്കും ആ ഒരു
ക്ലോസറിൽ കണ്ടോ സാരിയുടെ ആ ഒരു എലഗൻസി? നല്ല മൾട്ടി കളർ സോഫ്റ്റ് കളർ പാലറ്റിലാണ് ആ ഒരു മാംഗോ മോട്ടീവ്സ് വരുന്നത് ത്രെഡ് വർക്കിൽ. അത് കൂടാതെ സെയിം ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള ഒരു ജാൽ പാറ്റേണിലായിരിക്കും ഒരു ടീൽ ബ്ലൂ, ബേബി പിങ്ക്, ഒരു റസ്റ്റിക് ടോൺ, പൗഡർ ബ്ലൂ, അക്വ ഗ്രീൻ, ഒരുപാട് കളേഴ്സിലാണ് ഈ ഒരു മാംഗോ മോട്ടീവ്സ് വരുന്നത് ബോഡിയിൽ ത്രെഡ് വർക്കിൽ. ബോർഡർ വരുമ്പോൾ സിമ്പിൾ ബോർഡർ. പല്ലു ഗീച്ച വുവൺ സ്റ്റൈലുള്ള ഷോർട്ട് പല്ലുവാണ് സാരിക്ക് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ റണ്ണിങ് ബ്ലൗസും വരുന്നത്.